بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൻ്റെ വിധിവിലക്കുകളും ദീനിനെ സംബന്ധിച്ചുള്ള അറിവുകളും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രയാസമുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് നമ്മൾ പറയുമോ? ആ ഒരു സാഹചര്യത്തെയാണ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ വശങ്ങൾ വിവരങ്ങളെല്ലാം ലഭ്യമായതിനു ശേഷം നമുക്കതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഒന്നും ചെയ്യാനുള്ളതായ ഒരു ശാരീരിക ശേഷിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്കുള്ളത്. സാമ്പത്തികമായിട്ടാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ അതിനും ഇല്ല. നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാതെ വലിയതൊന്നും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. പക്ഷെ ഇതിൻ്റെ എല്ലാം ഉപരി മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ മനസ്സിന് മുറിവേറ്റ് പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സ് സമാധാനപ്പെടാനും ഭൂമിയിലുള്ള നഷ്ടങ്ങൾ ഒരുപക്ഷെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ അവരുടെ ബന്ധങ്ങൾ അറ്റുപോയല്ലോ. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നടത്തേണ്ട ആ പ്രാർത്ഥനയുടെ ഇതങ്ങ് നിർത്തിയ കേട്ടോ, ആ പ്രാർത്ഥനയുടെ ശക്തമായ രീതിയിൽ അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആണ് നമ്മൾ തവസ്സുലാക്കി പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് തവസ്സുല് വേണ്ടത്. ഞാൻ തവസ്സുലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. സത്യത്തിൽ നമ്മൾ മുഅ്മിനീങ്ങൾ തവസ്സുലിനെ സംബന്ധിച്ചുള്ളതായ അറിവ് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തവസ്സുലിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മനുഷ്യൻ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന സമയത്ത് അവൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തവസ്സുൽ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ തവസ്സുൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ പരാമർശങ്ങളിൽ പേരോട് മുസ്ലിയാര് തലക്കടത്തൂരിൽ നിന്ന് ഒരു പ്രസംഗം നടത്തി. വിശുദ്ധ ഖുർആനിൽ 20ഓളം തെളിവുകളുണ്ട് മരിച്ചുപോയ ആളുകളെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിന് എന്ന്. നമ്മള് കാലങ്ങളായി ചോദിക്കുന്നു, 20 വേണ്ട, ഒരു അരമുറി ആയത്ത് മതി തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച്. 20 ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് വേണ്ട, ഈ ഭൂമിയിൽ തന്നെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഹേതു ഈ തരത്തിൽ തലയെക്കെട്ട് കെട്ടി നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാരാണ്.
എത്ര വിദഗ്ധമായിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നത്. സാമ്പത്തിക ചൂഷണമാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും ഒരു ചൂഷണമാണെങ്കിലും അതൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് ഒരാളുടെ പരലോകം അല്ലേ, ആ പരലോകം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യണത്. എത്രയോ പാവങ്ങളായ ആളുകൾ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചു, നിരപരാധികളായ ആളുകൾ ഇതിനെ സംബന്ധിച്ചോ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചോ ഒന്നും ഒരു തരത്തിലും അറിവില്ലാത്ത ആളുകൾ, അവരൊക്കെ ഈ ഇത്തരത്തിലുള്ളതായ ആപത്തുകളിലൊക്കെ പെട്ട് ഈ ദുരന്തങ്ങളിലൊക്കെ പെട്ട് മരണപ്പെട്ടു പോകുന്നു. ഇപ്പൊ ഏകദേശം 200ഓളം ആളുകളുടെ മയ്യത്താണ് കിട്ടിയിട്ടുള്ളത്, മരണപ്പെട്ടു പോകുന്നു. അവര് ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ പോലും ഇല്ല. അപ്പൊ നമുക്ക് ഒരു സമാധാനമുണ്ട്. ഇന്ന് ഈ രാത്രി മരണം സംഭവിച്ചു, ഇത്തരത്തിലുള്ള ഒരു ആപത്ത് സംഭവിച്ചു മരണപ്പെട്ടാല് ഒരു കാര്യം ഉറപ്പാണ്, ശിർക്ക് ചെയ്തിട്ടില്ല, ശിർക്കില്ലാണ്ടാണ് മരിക്കുന്നത്. ബാക്കി ചെയ്ത തിന്മകൾക്ക് അള്ളാഹു എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരും, ശിർക്കില്ലാണ്ടാണ് മരിക്കുക. ആ ഒരു സമാധാനമുണ്ട്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സമാധാനിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്നുള്ളത് ചോദിച്ചു. ഉലമാക്കളുടെ ഈ ഹറമിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഉലമാക്കളുടെ ചർച്ചയിൽ വന്ന ഒരു ചോദ്യമാണത്. അതിനാണ് അവർ തന്ന മറുപടിയാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജ്യത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ ഇടപെടൽ എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ അവര് അറിവില്ലായ്മ, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവുമില്ലാതെ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയിട്ട് പോകുന്ന ആളുകൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു തർബിയത്തായി, നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ ഒരു കാരണം വേണമല്ലോ അവരുടെ എല്ലാം മായ്ച്ചു കളയാൻ, ഒരു തർബിയത്തായിട്ടായിരിക്കാം അള്ളാഹു താല ഇത് കൊടുത്തിട്ടുണ്ടാകുക എന്നുള്ളതൊക്കെ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. എന്തുമാകട്ടെ, അപ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ ഈ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്ത് ആയത്തുകളുണ്ട് ഹദീസുകളുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുമ്പോൾ ഇന്നത്തെ നിർണായകമായ ഒരു ആവശ്യമാണ് നമുക്ക് തവസ്സുൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വബ്തഗു ഇലൈഹി അൽ വസീല, നിങ്ങൾ അവനിലേക്ക് വസീല തേടൂ എന്ന് ഖുർആനിലുണ്ട്. വസീല തേടുക, അതാണ് തവസ്സുലിന്റെ ഖുർആനിലെ ആയത്ത്. ഈ ആയത്ത് വെച്ചിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതും. അല്ലയോ സത്യവിശ്വാസികളെ, ഖുർആൻ പറഞ്ഞു, ആയത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗു ഇലൈഹിൽ വസീല, അവനിലേക്ക് നിങ്ങൾ വസീല തേടുകയും ചെയ്യുക. വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുക എന്നാണ് അതിനർത്ഥം. ഇവിടെ അള്ളാഹിലേക്ക് അടുക്കൽ അനിവാര്യമായ ഒരു ഘട്ടമാണ്. പ്രതിസന്ധികൾ, ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നിർബന്ധമായും നമുക്ക് വസീല വേണം. ഇവിടെ അള്ളാഹിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം ഇവിടെ വേണം. ആ വസീല എന്താണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. 9 തരം വസീലകളാണ്, തവസ്സുലാണ് ഈ ആയത്തിന്റെ പരിധിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ അള്ളാഹിനോട് ചോദിച്ച് എനിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തിട്ട് പരിഹാരം ഉണ്ടായില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദുആ ചെയ്യാൻ ഇവിടെ സ്വീകരിക്കേണ്ട ചില രീതികളുണ്ട്. ആ രീതികൾ എന്താണെന്ന് നമ്മളൊന്ന് പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരിക്കണം കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത്. 9ഓളം തവസ്സുലുകളിൽ ഒന്നാമത്തെ തവസ്സുൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ വെക്കേണ്ട കാര്യം, പ്രാർത്ഥനയ്ക്ക് ഇടയിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം, അതാണ് തവസ്സുൽ. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം, അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ തവസ്സുൽ അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി തആല. ഞാൻ ഈ വായിക്കണ 9 തവസ്സുലിനും ഖുർആനിലെ ആയത്തും ഹദീസുകളും ഞാൻ തെളിവ് പറയും. അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ ഇസ്മുകളെ, ആ ഇസ്മുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട്.
ഈ 99 നാമങ്ങൾ എന്നുള്ളത് അത് ആർക്കറിയുന്നതാണ്? നമുക്കറിയുന്ന നാമങ്ങളാണ്. നമ്മളെ അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുള്ളതാണ് ഈ 99 നാമങ്ങൾ. അതല്ലാത്ത നാമങ്ങൾ അല്ലാഹ്ക്കുണ്ട്. റഹ്മാന, കണ്ടോ? നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അതല്ലെങ്കിൽ അർ-റഹ്മാൻ എന്ന നാമം വെച്ചുകൊണ്ട് ദുആ ചെയ്തോ, അയ്യമ്മാ തദ്ഉ, നിങ്ങൾ എങ്ങനെ ഏതെല്ലാം പേരുകൾ ഉപയോഗിച്ച് ദുആ ചെയ്താലും അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഭംഗിയുള്ള കുറെ പേരുകളുണ്ട്. അള്ളാഹ്ക്ക് എത്ര പേരുണ്ട് ടോട്ടൽ? 99 എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ 99 പേര് മാത്രമേ ഉള്ളൂ അള്ളാഹ്ക്ക്? അല്ല. അതിന് തെളിവായിട്ട് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, അള്ളാഹുവേ ഞാൻ നിന്നോട് നിന്റെ എല്ലാ നാമങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട്, ആ നാമങ്ങൾ സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് വെച്ച പേരാ. അള്ളാന്റെ പേര് ആര് വെച്ചതാ? അള്ളാഹ് വെച്ചതാ, അല്ലേ? എന്നാൽ വല്ലദീന തദ്ഉന മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പേരാ സമ്മൈതുമൂഹും അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ ഉപ്പുപ്പമാരും വെച്ച പേരാ. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ? അള്ളാന്റെ പേരുകൾ അള്ളാഹ്ക്ക് വെച്ച പേരുകളാണ്. അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആ പേര് വെച്ചത് സമ്മൈതുമൂഹും അൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ ഉപ്പുപ്പമാരും ആണ് അതിന് പേര് വെച്ചത്. മാ അൻസലല്ലാഹു ബിഹി മിൻ സുൽത്താൻ, അള്ളാഹു ആ പേരുകൾക്ക് ഒരു രേഖയും ഇറക്കിയിട്ടുമില്ല. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു തആല ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതിനെ എത്ര വിദഗ്ധമായിട്ടാണ് നമ്മുടെ മുസ്ലിയാക്കന്മാര് കൂട്ടിമാട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്ക്. അള്ളാഹുവിന് അവൻ വെച്ച കുറെ പേരുകൾ, ആ പേരുകൾ മുഴുവനും മുന്നിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ കിതാബിൽ നീ ഇറക്കി തന്ന നിന്റെ പേരുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികൾക്ക് ആർക്കെല്ലാം നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ആ പേരുകൾ മുഴുവൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ ഉള്ള ആ വിശാലമായിരിക്കുന്ന പേരുകൾ മുഴുവൻ ഞാൻ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തവസ്സുലാണ് ചെയ്യുന്നത്. അള്ളാന്റെ പേരുകൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു തവസ്സുല്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ കറബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രശ്നം അലട്ടിയാൽ, നമ്മുടെ പ്രശ്നങ്ങൾ അലട്ടാറില്ലേ? കെർബ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പരിഹരിക്കപ്പെടേണ്ട, ഇപ്പൊ അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട അലട്ടുന്ന പ്രശ്നം. ചിലപ്പോ അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടുന്ന ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടാവും, അതിനെപ്പറ്റി നമുക്ക് അലട്ടലുണ്ടാകും. അതിനെ കെർബ് എന്ന് പറയാൻ പറ്റൂല. കെർബിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കെർബിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ ഇവിടുന്ന് വളരെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യത്തിന് വേണ്ടി കാലിക്കറ്റിലേക്ക് പോകുന്നു. കാലിക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കയറി. അപ്പൊ നമ്മുടെ മുമ്പില് വലിയ സന്തോഷത്തിന്റെ ഒരു കാര്യമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേടാനുണ്ട്, വലിയൊരു സന്തോഷം നടക്കാനുണ്ട്. അപ്പൊ ആ സന്തോഷത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറിയ സമയത്ത്, വർഷങ്ങൾ പുറപ്പെട്ട സമയത്ത് നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി, അത് നമ്മുടെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി, അല്ലേ? നമ്മുടെ മുഖ്യ വിഷയം വേറെ കിടക്കുന്നുണ്ട്, പക്ഷെ ഇത് മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് അടുത്ത സ്റ്റോപ്പിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? അതും ഇല്ല. എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ? അതില്ല. അങ്ങനെ നമ്മൾ ഇനിയിപ്പോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഇറങ്ങാം എന്ന് തീരുമാനത്തില്ല, അവിടെ സമയം കിട്ടില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണത്. നമ്മളിപ്പോ ഏതൊക്കെ മറന്ന്, പോകേണ്ട ആവശ്യങ്ങൾ മറന്ന്, വന്ന കാര്യം മറന്ന്, എല്ലാം മറന്ന്, ഇപ്പൊ നമുക്ക് എന്തുള്ളൂ? ഈ ഒരു സംഗതി നടക്കണം, അല്ലേ? അതാണ് കെർബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അലട്ടുന്ന, അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട അലട്ടുന്ന ഒരു പ്രശ്നം. അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ അള്ളാന്റെ റസൂലിനെ ബാധിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീതു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദുആയാണ്, തവസ്സുലാണത്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീതു, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ ചെയ്യുന്നു. കണ്ട, ഇസ്തിഗാസയാണ് ചെയ്തത്. ഇതിന് തവസ്സുലിന്റെ രൂപമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വിഷയമുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യാം? ഈ പ്രാർത്ഥന നിർവഹിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇൻ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ. ഒറ്റ മജ്ലിസിൽ, ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഞങ്ങൾ എണ്ണിയെടുക്കുമായിരുന്നു 100 പ്രാവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നൊരു വാക്ക്. അവർ എണ്ണിയെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എണ്ണൽ അവർക്ക് കിട്ടിയത് അത്രയാണ്. അതിന്റെ മുകളിലേക്ക് ഉണ്ടാകാം, 100ന്റെ മുകളിൽ ഉണ്ടാകാം. ഒറ്റ വാക്ക് 100 പ്രാവശ്യം നബി പറഞ്ഞതായി ഞങ്ങൾ എണ്ണിയെടുത്തിട്ടുണ്ട്. ഏതാ വാക്ക്? റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. നമുക്ക് പറയാം, ഈ പ്രാർത്ഥനകളൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം, ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുക. നമുക്ക് വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോ തവസ്സുൽ ചെയ്യേണ്ടുന്ന ഘട്ടം നമ്മൾ തിരിച്ചറിയാം. ഒരു അടിയന്തിരമായ അള്ളാഹുവിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് തോന്നുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇസ്മുകൾ, പേരുകൾ വെച്ചുകൊണ്ട് നമുക്ക് തവസ്സുൽ ചെയ്യാം. രണ്ടാമത്തേത് അത്തവസ്സുലു ബിസിഫാത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ സിഫത്തുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇസ്മ വേറെ സിഫത്ത് വേറെ, അങ്ങനെയല്ല. ഇസ്മ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ, ചില വിശേഷണങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ദുആയ, നമുക്ക് കേട്ടെങ്കിലും പരിചയമുണ്ട്. അത് കേട്ട് പരിചയം പോലും ഉണ്ടാവില്ല. ദുആ അഊദു, ഞാൻ കാവൽ തേടുന്നു, ബിഇസ്സത്തില്ലാഹി, അള്ളാഹുവിന്റെ ഇസ്സത്ത് മുന്നിൽ വെച്ചുകൊണ്ട്, പ്രതാപം, അത് അല്ലാഹുവിന്റെ സിഫത്താണ്. ഇസ്സത്ത്, അള്ളാഹുവിന്റെ പ്രതാപം മുന്നിൽ വെച്ചുകൊണ്ട്, വഖുദ്റതിഹി, അവന്റെ കഴിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ കാവൽ തേടുന്നു, മിൻ ശർരി മാ അജിദു വഉഹാദിറു, എന്നെ ബാധിച്ചിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ ഞാൻ ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന ഉപദ്രവത്തിൽ നിന്നും. ഇപ്പൊ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം, ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ഇന്നലെ പെണ്ണുങ്ങൾ രാത്രി കിടക്കാൻ സമയത്ത് ഇന്നലെ എന്നോട് ചോദിച്ചു, നമ്മുടെ റൂമിന്റെ ആ മുകളിലുള്ള ആ പാറ താഴേക്ക് വീഴുന്നു. ബേജാറാണ്, ഉണ്ടാകും. അവര് മുമ്പ് താമസിച്ചിരുന്ന അവരുടെ നാട്ടില് ഗൂഡല്ലൂര്, അവർ മുമ്പ് താമസിച്ചിരുന്ന അവരുടെ വീടിന്റെ അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ ജോലി ചെയ്യായിരുന്നു. ഈ പറയപ്പെട്ട വയനാട് ഈ പ്രശ്നം നടന്നില്ല, മുണ്ടക്കൈ, പള്ളിയിൽ ജോലി ചെയ്യായിരുന്നു. അയാളുടെ മയ്യത്ത് നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. ബഷീർ അയൽവക്കായിരുന്നു. ഒരു വീട് പോലെ താമസിച്ച ആൾക്കാർ. അവിടെ ഈ വനപ്രദേശമാണ് ഈ ഇവരുടെ വീട്, ഈ ഗൂഡല്ലൂരുള്ളത്. വേറെ വീടുകളൊന്നും പരിസരത്തില്ല, ഈ 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. അത്രയധികം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ, വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ ആ ബേജാറ് കൊണ്ട് ചോദിച്ചതാണ്, അത് വീഴുവോ അല്ലേ? അയൽവക്കത്തുള്ള ആളുകൾ പറഞ്ഞു നമുക്കത് വിറ്റ് പോകാം. അവരുടെ ആൾക്കാര് അവരുടെ കുടുംബക്കാരോട് പറഞ്ഞു ഇത് വിറ്റ് പോകുന്നതിനെ പറ്റി സംസാരിച്ചു. ഞാൻ പറഞ്ഞത് അത് വിഡ്ഢിത്തരല്ലേ, വിറ്റ് പോകുന്നതിനെ പറ്റി സംസാരിക്കാൻ. കാരണം ഇനി ഒന്നും ഉണ്ടാകൂല എന്ന് കരുതി ഒരു സ്ഥലത്ത് വീട് വെച്ച് അവിടെ ഭൂകമ്പം ഉണ്ടായല്ലോ. പണ്ട് കണ്ണൂര് ജോലി ചെയ്യണ സമയത്ത് സുനാമി വന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ സുനാമി വന്ന പുതിയങ്ങാടി, ആ പ്രദേശത്തു നിന്നുള്ള 2-3 വീട്ടുകാരെന്ത് ചെയ്ത്, സുനാമി ഇനിയും ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് അതൊക്കെ വിറ്റൊഴിവാക്കിയിട്ട് അവര് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് താമസിച്ചു. അവിടെ വീട് പണിത് താമസം തുടങ്ങുന്നതിന് മുമ്പ്
ഇടിഞ്ഞു പൊളിഞ്ഞു, മണ്ണ് ഇടിഞ്ഞു പൊളിഞ്ഞ് അത് വീണ്. നമ്മൾ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഓടാൻ പാടില്ല അവിടെ. അത് ജൂതന്റെ സ്വഭാവമാണ്. ഇന്നൽ മൗത്തല്ലദീന തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇന്നൽ മൗത്തല്ലദീന തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തെയാണോ ഭയപ്പെട്ടുകൊണ്ട് ഓടുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടും, അത് വരും. അതുകൊണ്ട് ഓടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭയം അലട്ടിയാൽ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ദുആയാണ്, അതിൽപ്പെട്ട ഒരു ദുആയാണ് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഉപദ്രവത്തിൽ നിന്നും, ഏത് ഉപദ്രവത്തെയാണോ ഞങ്ങൾ ഭയപ്പെടുന്നത്, ബാധിക്കുമെന്ന് ഭയപ്പെടുന്നത്, ആ ഉപദ്രവത്തെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു. ഇപ്പൊ നമ്മളെ ഒരു ഉപദ്രവം ബാധിച്ചു, നമ്മളെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വരുന്നത് നമുക്ക് തന്നെയാണ്, അല്ലേ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഇന്നത്തെ ഈ യാത്രയിലേക്ക് നമ്മുടെ ആളുകളുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ അത്ഭുതം വന്നുപോയി. എന്താണ്, വെള്ളം കയറിയിട്ട് അവിടെ ഉല്ലസിക്കാൻ, ഉല്ലാസമാക്കി മാറ്റിയേക്കാണ്. സത്യത്തിൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു തർബിയത്ത്, ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഒരു തർബിയത്ത് ഇറങ്ങിയ, പരീക്ഷണം ഇറങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ആർത്തുല്ലസിക്കാനോ ഇതാക്കാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദായിൻ സാലിഹിന്റെ പരിസരത്ത് കൂടെ വന്ന സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ കരയാനാ പറഞ്ഞത്, കരയാനാ പറഞ്ഞത്, കരഞ്ഞ് സങ്കടത്തോടു കൂടെ വരാനാ പറഞ്ഞത്. ഇന്ന് അവിടെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറ്റിയേക്കാണ് ഈ മദായിൻ സാഹിബ് പോലത്തെ സ്ഥലങ്ങളൊക്കെ. ഹെലികോപ്റ്ററിലൂടെ കറങ്ങല്, വള്ളിച്ചാട്ടം, മലകയറ്റം, പരിപാടികളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതാകട്ടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇതിനെ കാണണം. എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ തവസ്സുൽ. തവസ്സുൽ പൂർണ്ണമായിട്ടും പഠിച്ചു. ഇനിയിപ്പോ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇനി തവസ്സുലിനെ പറ്റി എനിക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുല്ലാമാര് പറഞ്ഞ തവസ്സുൽ അല്ല ഇത്. മുല്ലാമാര് പറഞ്ഞ തവസ്സുലൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് തവസ്സുലാ പറയുന്നത്. മൂന്നാമത്തെ തവസ്സുൽ അത്തവസ്സുലു ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ്. ഈമാൻ മുന്നിൽ വെച്ചുകൊണ്ട്, അമൽ സ്വാലിഹാത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന, അത് തവസ്സുലാ. ഈമാൻ മുന്നിൽ വെച്ച് എപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്ന് ചെയ്തു നോക്ക്. ഇനി മുതലുള്ള നമ്മുടെ അവസരങ്ങളിൽ, അടിയന്തര ഘട്ടം, സഹായം ആവശ്യമാണെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ ആ തവസ്സുൽ നടത്തി നോക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആ തവസ്സുലിന്റെ രീതി പറയുന്നുണ്ട്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. ഒരു പ്രാർത്ഥനയാണത്. എന്താ ഇതിന്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഇന്നന, നിശ്ചയമായി ഞങ്ങൾ, സമിഅന, മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിന്റെ വിളിച്ചു പറയുന്ന, ഈമാനിനെ പറ്റി വിളിച്ചു പറയുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടു. ആമിനു അൻ ആമിനു, വിശ്വസിക്കൂ, ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്നുള്ള ഒരു വിളി കേട്ടപ്പോൾ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ലേ? റബ്ബിനെ കണ്ടിട്ടാ വിശ്വസിച്ചത് ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ആളുകളായിട്ട് ഒരു ടീം വരാനുണ്ട്. നമ്മളെ പറ്റിയാ പറഞ്ഞത്. അവരുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിനെ കണ്ടിട്ടില്ല അവർ. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. റസൂലിനെ കണ്ടവരെ കണ്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ പോലും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിക്കണ. നമ്മൾ ആകെ എന്തുള്ളൂ? ഒരു വിളി കേട്ടു, നമ്മൾ വിശ്വസിച്ചു. ഇതില് നമ്മൾ എന്തെല്ലാം നമ്മൾ ഒഴിവാക്കി? ആ വിളി കേട്ട് നമ്മൾ വിശ്വസിച്ചപ്പോ നമ്മൾ എന്തെല്ലാം ഒഴിവാക്കി? നമ്മളുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കി, ആഗ്രഹങ്ങൾ ഒഴിവാക്കി, നമ്മളുടെ താല്പര്യങ്ങൾ ഒഴിവാക്കി, നമ്മുടെ സ്വപ്നങ്ങൾ ഒഴിവാക്കി. ഇല്ലേ? നമുക്ക് എല്ലാം ഇവിടെ നടക്കും? നമ്മുടെ ഇല്ല, കഴിയില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്, അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ പേരില. നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണത്.
ഈ പറഞ്ഞ അറബി തന്നെ ദുആ ചെയ്യണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ ആ ആയത്ത് കാണാതെ പഠിച്ച് ദുആ ചെയ്താൽ നല്ല കാര്യം. അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ ഞാൻ നിന്റെ വിളിക്കുത്തരം കേട്ടു, ഞാൻ മോമിനായി, എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഭൗതിക ജീവിതത്തിലെ ഒരുപാട് സുഖങ്ങൾ എന്റെ മുമ്പിലുണ്ട്, അതൊക്കെ ഞാൻ മാറ്റിവെച്ചത് ഈ ഈമാൻ കൈക്കൊണ്ടത് കൊണ്ടാണ്. അതുകൊണ്ട് റബ്ബേ എന്നുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. ആ ഈമാനെ മുന്നിൽ വെക്കാം, എന്നിട്ട് അള്ളാഹിനോട് നമുക്ക് ദുആ ചെയ്യാം. പക്ഷെ ഈ ആയത്തിൽ ആ ദുആയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയ പോയിന്റുകളാണ് അത്ഭുതം. ഇത്രയും വലിയൊരു പവർഫുൾ ആയ ഒരു പോയിന്റ് മുമ്പിൽ വെച്ചുകൊണ്ട് ആ ദുആയിൽ എന്താ അള്ളാഹിനോട് ചോദിക്കുന്നത്, ആ ചോദ്യമാണ് ഇവിടെ കൊടുക്കുന്നത്. ആ ആയത്തൊന്നും കൂടെ വായിക്കാം. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടു. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഒന്നും ഇവിടുത്തെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ തിന്മകളെ നീ ഞങ്ങൾക്ക് നീക്കി മാറ്റി തരണേ അല്ലാഹ്. വതവഫന മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവോട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുആയാണ്. നമുക്ക് ദുനിയാവിന്റെ വിഷയങ്ങളെ പറ്റി അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അള്ളാഹിനോട് ചോദിക്കാനുള്ളത്. അപ്പോ ഈമാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് തവസ്സുലാക്കുന്ന രീതിയാണത്. അതുപോലെ തന്നെയാണ് അമലുസ്വാലിഹാത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് തവസ്സുലാക്കുന്ന രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഒരു ചരിത്രമാണത്. എന്താ ചരിത്രം? അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ സലാസത്തു നഫ്രിൻ യതമശൗന, മൂന്നാളുകൾ നടന്നു പോവുകയായിരുന്നു. അഖദഹുമുൽ മത്റു, മഴ വന്നു. ഇന്നത്തെ നമ്മളുടെ ഈ വർത്തമാനകാല വിഷയത്തെ ഇതിലേക്കൊന്ന് ചേർത്ത് വായിക്കണം കേട്ടോ. മഴ വന്നു. ആ അടുത്ത് കണ്ട ആ മലയിലുള്ള ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവരെന്ത് ചെയ്തു? ഓടിപ്പോയി കയറി. വേറെ വഴിയൊന്നുമില്ല കയറാൻ. മലവെള്ളപ്പാച്ചലിൽ ഇതേപോലെ ഉരുളൊക്കെ പൊട്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഒരു വലിയൊരു പാറ വന്നിട്ട് ഈ ഗുഹയുടെ മുഖത്ത് വന്ന് അടഞ്ഞുപോയി. ഗുഹയുടെ ഉള്ളിൽ അവർ വിട്ടുപോയി. ഈ ഒരു സാഹചര്യത്തെ അവർ അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ഈ പാറ ഒന്ന് തള്ളി നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ ആ മസ്ജിദിന്റെ ആ പള്ളിയിലെ നമ്മുടെ സഹോദരൻ ബഷീർ എന്ന് പറഞ്ഞ ആളെ മരിച്ചിരുന്നു. ആ പള്ളിയുടെ മുമ്പിൽ വന്ന് കിടക്കുന്ന ഒരു പാറക്കല്ലുണ്ട്. ആ പാറയുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ഉറുമ്പിന്റെ വലിപ്പം അയാൾക്കുള്ളൂ ആ പാറേനെ അപേക്ഷിച്ച്. ഈ പാറയാണ് അതിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്നേക്കുന്നത്. വേദനാജനകമായ സംഭവങ്ങളാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഷഹീദുകളെ എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്? ശുഹദാക്കൾ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാഹിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ അവൻ ഷഹീദാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി എന്താ? ഇദൻ ലഖലീലും മിൻ ഉമ്മത്തി അശ്ശുഹദാ, അങ്ങനെയാണെങ്കിൽ എന്റെ സമുദായത്തിൽ ശുഹദാക്കൾ കുറഞ്ഞു പോകില്ലേ? എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഷഹീദിനെ എണ്ണി. ആ ഷഹീദുകളെ എണ്ണിയപ്പോൾ ഒരുപാട് ശുഹദാക്കളെ എണ്ണിയ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് ആര്? അൽ മുഗ്രിഖ്, വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയ ആളുകൾ.
അതേപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതിൽ അരഞ്ഞു മരിച്ചു പോകുന്ന ആളുകൾ, അതൊക്കെ ശുഹദാക്കളുടെ പട്ടികയിലാണ്. ഷഹീദിന്റെ പ്രതിഫലമാണ്. അള്ളാഹു ആ പാവങ്ങൾക്ക് ആ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് സമാധാനപ്പെടാനും കഴിയുന്ന മാർഗങ്ങൾ, നമ്മളിൽ ഒരാൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് സമാധാനപ്പെടാനുള്ള ഒരു മാർഗവും കൂടിയാണ് പറഞ്ഞു തരുന്നത്. എന്തുമാകട്ടെ, അവര് തള്ളി നീക്കിയിട്ടത് നീങ്ങിയില്ല. അപ്പോ ചിലർ, അവരിൽപ്പെട്ട ചില ആളുകൾ മറ്റാളുകളോട് പറയുകയാണ്, ഉൻദുറു അഅമാലൻ അമിൽതുമൂഹ സ്വാലിഹത്തൻ ലില്ലാഹ്, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത സ്വാലിഹായ അമലുകളെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഫദ്ഉല്ലാഹ ബിഹാ, അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യും. ഒരു തവസ്സുൽ, അത് മുമ്പിൽ വെച്ച് സ്വാലിഹായ അമൽ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിന് എന്ത് വേണം? അതിന് പറ്റുന്ന അമല് വേണം. മുമ്പിൽ വെക്കാൻ പറ്റിയ വല്ല അമലുണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? ഒരാള് ദുആ ചെയ്യുകയാണ്. ഫഖാല അഹദുഹും, ഈ ദുആ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അല്ലാഹുമ്മ ഇന്നഹു കാന ലി വാലിദാനി ശൈഖാനി കബീറാനി വംറഅതി വലിയ സിബിയത്തുൻ സിഗാറുൻ. അല്ലാഹുവേ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, എനിക്ക് ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്. പക്ഷേ എന്റെ പണി എന്താണെന്ന് വെച്ചാൽ ആട് മേയ്ക്കലാണ്. ആടിന് ഞാൻ ഇല തേടിപ്പോകും, ഇല പറിച്ചുകൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും, ആടിനെ വളർത്തും. അങ്ങനെ അതിൽ നിന്ന് ഉപജീവനം തേടി ജീവിച്ച ആളാണ്. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? ഒരു അമലു സാലിഹാത്താണ് ഈ പറയുന്നത്, ശ്രദ്ധിക്കണം. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഞാൻ രാത്രി പാല് കറന്നു കൊടുക്കും. അത് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. പാല് കുടിച്ചിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ പുറമെ പാല് കുടിച്ചിട്ട് കിടക്കല്ല, അങ്ങനെ കണക്കാക്കണ്ട. അവരെ രാത്രി ഭക്ഷണമാണ് പാല്. ആ രാത്രി ഭക്ഷണമായ പാല് കൊടുത്തിട്ടാണ് കിടക്കാറ്. അങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പരിഗണിക്കുന്നത് എന്റെ മക്കൾക്കും ഭാര്യക്കും ഇത് കൊടുക്കുന്നതിന് മുമ്പായി ആദ്യം ഞാൻ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കും. അമലു സാലിഹാത്താണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലു സാലിഹാത്തുകളിൽ പെട്ടതാണ് മക്കൾക്കോ ഭാര്യക്കോ ഒരു ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പായി മാതാപിതാക്കളെ പരിഗണിക്കുക. നമ്മുടെ വീട്ടിലുള്ളതാണ്, കിട്ടുകയൊക്കെ ചെയ്യും. എന്നാലും ആദ്യം ബാപ്പാക്ക് വിളമ്പ്, ആദ്യം ഉമ്മാക്ക് വിളമ്പ്, ആദ്യം ഉമ്മാക്ക് കൊടുക്ക്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുടെ ഇരിക്കുന്ന ആൾക്കാരല്ലേ ഞാൻ പറയണത്, മുസ്ലിം സമുദായത്തിൽ ഇത്രയും വലിയ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എത്ര ആളുകളുടെ ഉമ്മാനെ ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മ കഴിച്ചാ, അമ്മ കഴിച്ചോളൂ, പോരാ. അവർ നമ്മളുടെ ചെലവിൽ നമ്മുടെ അണ്ടറിലാണ് വരുന്നത് എങ്കിൽ നിർബന്ധമായും ആദ്യം അവർക്കാ കൊടുക്കേണ്ടത്. അത് അമൽ സ്വാലിഹാത്തായി കണ്ടില്ലേ? ഈ ഒരു ദുആയിൽ അയാൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്തൊരു വാക്കാണത്. ഞാൻ അവർക്കാണ് ആദ്യം കൊടുക്കുക. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാൻ ആ ഹദീസ് വാക്കുകൾ വായിക്കുന്നില്ല, സംഭവങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് ഒരു ദിവസം ഞാൻ ആടിനെ ഇല പറിക്കാൻ വേണ്ടി അങ്ങനെ പോയി. കുറെ ദൂരത്തെത്തി, വരാൻ വൈകിപ്പോയപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഉപ്പയും ഉമ്മയും കിടന്നുറങ്ങിപ്പോയി. രണ്ടാമത്തെ പോയിന്റ് ആണ് അവിടെ. ഉറങ്ങുന്ന മാതാപിതാക്കളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കൽ മര്യാദയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവരെ വിളിച്ചെണീപ്പിച്ചിട്ടില്ല. അതൊരു അമലു സാലിഹാത്താ. പാപ്പായും ഉമ്മായും കിടന്നുറങ്ങുമ്പോഴേ അവരുറങ്ങിക്കോട്ടെ. നമ്മൾ ചിലപ്പോ വീട്ടിൽ എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും സാധനം പരുതായിരിക്കും, കണ്ടില്ല, ഉമ്മ ഉറങ്ങായിരിക്കും. പാപ്പാ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ കൊടുക്ക്, ഫോൺ വിളിച്ചിട്ട് ഉമ്മ കൊടുക്ക്, ഉമ്മ ഉറങ്ങാണ്, ഉമ്മാനെ വിളിച്ചെണീപ്പിക്ക്. അതബല്ല. ഈ ദുആയിൽ അമലു സ്വാലിഹാത്തായി വെച്ച വാക്കാണത്.
മക്കൾക്കാണെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഫജ്റായി. ഫജ്റായപ്പോഴാണ് അവർ എഴുന്നേറ്റത്. അപ്പോഴാണ് ഞാൻ അവർക്ക് കൊടുത്തത്. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം ഒരു അമലു സ്വാലിഹാത്താണ് എങ്കിൽ, ഞാൻ ചെയ്തത് ഒരു നല്ലൊരു നന്മയാണ് എങ്കിൽ, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ഫഫ്റുജ് ലനാ മിൻഹാ ഫുർജതൻ, ഞങ്ങൾക്ക് ഒരു ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിശാലത ചെയ്തു തരണേ അല്ലാഹ്. അയാൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് പാറ തള്ളിയപ്പോ പാറ നീങ്ങി. ഇതൊരു കഥയായിട്ടല്ല നമ്മൾ കേൾക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു അമലു സ്വാലിഹാത്ത് വെച്ചിട്ട് ഒരു പ്രതിസന്ധിയെ തള്ളി നീക്കാൻ കഴിയും? മാതാപിതാക്കളോട് ചെയ്ത നന്മ മുന്നിൽ വെച്ചുകൊണ്ട്, പാപ്പാനോടും ഉമ്മാനോടും കാണിച്ച നന്മ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്ന് ആലോചിച്ചാൽ മതി. രണ്ടാമത്തെ ആള് ദുആ ചെയ്ത്, അല്ലാഹുമ്മ ഇന്നഹു കാനത്തിൽ ഇബ്നത്തു അമ്മി അഹ്ബബ്തുഹാ കഅസദ്ദി മാ യുഹിബ്ബു റിജാലു നിസ്സാഅ. എനിക്ക് ഇബ്നത്ത് അമ്മ ഉണ്ടായിരുന്നു. ഇബ്നത്ത് അമ്മ എന്ന് പറഞ്ഞാല് നമ്മുടെ അമ്മായിയുടെ മോള്. അതിനൊരു വാക്കുണ്ടല്ലോ, മാതുലപുത്രി, മുറപ്പെണ്ണ് എന്ന് പറയാറില്ല. അവളോട് എല്ലാ ആണുങ്ങൾക്കും ഒരു പെണ്ണിനോട് എന്ത് താല്പര്യമാണ് തോന്നുന്നത്, ആ താല്പര്യം എനിക്കും തോന്നി. ഞാൻ അങ്ങനെ തലബത്തു ഇലൈഹ നഫ്സഹ, ഞാൻ പല പ്രാവശ്യവും അവളെ ആവശ്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അബത്ത്, അവളത് താല്പര്യം കാണിക്കാതെ പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ദീനാറി, അവൾക്കൊരു 100 ദിനാറിന്റെ ആവശ്യം വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 100 ദിനാർ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഒരു ക്രോസ് വെച്ചു, ഞാൻ കുറെ കാലമായി നിന്റെ പുറകെ നടക്കണം, അതുകൊണ്ട് എനിക്ക് ഈ ആവശ്യം നടപ്പിലാക്കി തരണം എന്ന് ഞാൻ ക്രോസ് വെച്ചു. നിർവാഹമില്ലാതെ അവൾ ആ താല്പര്യത്തിന് വഴങ്ങി. ഇനി ഞാൻ ഇവിടുത്തെ വാക്കുകൂടെ വായിക്കാം, അതിവിടെ അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ അവൾ അതിന് വഴങ്ങാൻ തയ്യാറായി. ഞാൻ എന്റെ ആവശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവളുടെ 2 കാലുകളുടെ ഇടയിൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ അത്രയടുത്ത്, ആ പോയിന്റ് വരെ എത്തി. ആ സമയത്ത് കാലത്ത് അവൾ പറഞ്ഞു, യാ അബ്ദല്ലാ ഇത്തഖില്ലാ വലാ തഫ്തഹിൽ ഖാതിമ ഇല്ലാ ബിഹഖ്. അല്ലാഹു ഹലാലാക്കി തരാത്തൊരു കാര്യം, നിനക്ക് അവകാശമില്ലാത്തൊരു കാര്യം, അത് നീ ഒരിക്കലും എടുക്കാൻ പാടില്ല. ആ വാക്കവള് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അള്ളാഹിനെ പറ്റി ഓർമ്മ വരികയും ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്, ഒരു ഹറാമിന്റെ വക്കിലെത്തി ഹറാം ചെയ്യാൻ. ഇനി എനിക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല, അത്ര കറക്റ്റാണ്. ആ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിലാണ് അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ ഇൻ കുന്തു തഅലമു ഇന്നി ഫഅൽതു ദാലിക ബിത്തിഗാഅ വജ്ഹിക ഫഫ്റുജ് ലനാ മിൻഹാ ഫുർജതൻ. നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരു വിശാലത ചെയ്തു തരണേ. പാറ നീങ്ങി. അപ്പൊ നമുക്ക് അള്ളാന്റെ മുമ്പിൽ എടുത്തു വെച്ച് ദുആ ചെയ്യാൻ പറ്റിയ ഒരു ദുആയാണ് എന്ത്? ഹറാമുകളെ അഭിമുഖീകരിക്കാനുള്ള ചാൻസ് കിട്ടി. നാട്ടുകാർ കാണുന്ന പേടിച്ചിട്ടാണ് ഒഴിവായതെങ്കിൽ അത് അവജിയില്ല. ഇന്ന് പല ആളുകളും ഹറാം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാ? പല ആളുകളും ഹറാമിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അല്ല, നാട്ടുകാർ അറിഞ്ഞെന്താ? നാട്ടുകാർ അറിഞ്ഞാല് പ്രശ്നമല്ലേ? സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? പള്ളിയുടെ മുകളിൽ മിമ്പറിന്റെ മുകളിലൊക്കെ ഖുത്ബ പറയുന്ന ആള് ഈ ഒരു പണി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്തായിരിക്കും എന്നെ കൈകാര്യം ചെയ്യും? ആ ഭയം കൊണ്ടാണ് എങ്കിപ്പോയി. അതല്ല, അവസരം ഒത്തു വന്നു, നാട്ടുകാരൊന്നും അറിയില്ല, ഒന്നും പേടിക്കാനില്ല,
ആ സേഫ് സോണിലാണ്, ആ സമയത്താണ് റബ്ബിനെ പറ്റിയുള്ള ഭയത്താൽ ഒരു തിന്മയിൽ നിന്ന് ഒഴിവാകുന്നത് എങ്കിൽ അള്ളാന്റെ മുമ്പിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ദുആയാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദുആ ചെയ്തു, അത് വെച്ചിട്ട് ഞങ്ങളൊരു പ്രശ്നത്തിലാണ്, എന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തു. മൂന്നാമത്തെ ആൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എനിക്ക് കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു, ജോലിക്കാർ ജോലി പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ കൂലി കൊടുക്കും. പക്ഷെ കൂലി മേടിക്കാൻ നിൽക്കാണ്ട് ഒരാൾ പോയി കളഞ്ഞു. എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മുടെ വീട്ടിൽ ജോലിക്ക് വിളിച്ച ഒരാളെ പണിക്ക് വിളിച്ച് വൈകുന്നേരം ആയപ്പോ മൂപ്പര് എന്ത് ചെയ്ത് ശമ്പളവും പൈസയൊന്നും മേടിക്കാണ്ട് മൂപ്പര് പോയി. അവിടെയൊക്കെ അന്വേഷിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ചെയ്യുന്ന പണി എന്താ? ആ കൂലി എടുത്ത് അവിടെ വെച്ചേക്കും. ഭാര്യനോട് പറയും, കുടുംബക്കാരോട് പറയും, അയാൾ എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ ഈ കായ എടുത്ത് കൊടുത്തേ കിട്ടുമെന്ന് പറയും അല്ലേ? ഇയാൾ ചെയ്തതെന്ന് അറിയാമോ? ആ പൈസക്ക് ഒരാട്ടിൻകുട്ടീനെ മേടിച്ച്, ഈ കൂലി പൈസക്ക് ഒരാട്ടിൻകുട്ടീനെ മേടിച്ച്, എന്നിട്ട് ഈ ആട്ടിൻകുട്ടി പ്രസവിച്ചു, അത് വലുതായി, അത് പ്രസവിച്ചു, അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെ പെറ്റുപെരുകി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴോ ഒരു പ്രദേശം മുഴുവൻ ഈ ആട്ടിൻകുട്ടിയിൽ നിന്നുണ്ടായ ആടുകളും അതിനെ വിറ്റ് വാങ്ങിയ പശുക്കളും ഒട്ടകങ്ങളും ഒക്കെ ആയി. ഒരു പ്രദേശം മുഴുവൻ അതായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ്സുകാരാണ്, ഷോപ്പ് ഇതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ആ സ്റ്റാഫിന് ചുരുങ്ങിയ പക്ഷം അയാൾക്ക് ആവതില്ലാത്ത കാലഘട്ടം ആകുമ്പോഴേക്കും ഒരു ഇൻകം കിട്ടാൻ പാകത്തിനുള്ളതായ ഒരു ഷെയർ, ഒരു പാർട്ട്ണർഷിപ്പ് നമ്മുടെ ബിസിനസ്സിൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരു തഖ്വയുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റും. ഇത് മിനിമം ഒരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് തന്നെ പിടിക്കാൻ നോക്കുക എന്ന ആൾക്കാരാണ് അല്ലേ? ഒരു സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വൈകി വന്നതിന്റെ പേരിൽ പിടിക്കും, അവൻ ലീവ് എടുത്തതിന്റെ പേരിൽ ഇങ്ങനെ പിടിച്ച് പരമാവധി എത്ര കുറച്ചു കൊടുക്കാനല്ല. അവനക്ക് ശമ്പളം കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശമ്പളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം എടുത്തു വെച്ച് അവന്റെ ആവതില്ലാത്ത കാലഘട്ടത്തില് അവനക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടാനുള്ളതായ ലെവലിൽ നമ്മുടെ ബിസിനസ്സുകാർ മാറണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതേ വിഷയം തന്നെ ഒരിക്കലും നമ്മുടെ എടപ്പാളിൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. നമ്മുടെ ഒരു സഹോദരൻ, അവിടെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോറൂം ഒക്കെ നടത്തുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റാഫുകളെ അല്ല, മറിച്ച് അവിടുത്തെ സ്ഥിരം സ്റ്റാഫുകളായിട്ട് വരുന്ന, ഇന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്ത ആൾക്ക് നാളെ മുതലെന്നല്ല, അവിടെ നിലനിന്ന് പോകുന്ന ആളുകൾക്ക്, ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, അതല്ല ഇടയിലിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ പ്രോഫിറ്റ് അങ്ങനെ തന്നെ കൊടുത്തു, ആ ഫണ്ട് അങ്ങനെ തന്നെ കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാക്കി. ആവതില്ലാതെ ഇനി ജോലിക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ഇയാൾ തിരിച്ചു വന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാണ്, എന്റെ ഒരു കൂലി ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കൂലി മേടിക്കാനാണ് പോയത്, ആ കാശ് വേണമെന്ന് പറഞ്ഞു. ഇയാള് പറഞ്ഞു, ഇത് ആ കന്നുകാലികളും ആടുകളൊക്കെ നിൽക്കുന്ന ആ മലഞ്ചെരുവിലേക്ക് പോയിക്കോളൂ, അത് മുഴുവൻ നിന്റെതാ, എടുത്തോളാൻ പറഞ്ഞു. ഇയാളിത് കേട്ടപ്പോ പറഞ്ഞു, ഇത്തഖില്ല വലാ തസ്തഹ്സി ബി, അള്ളാനെ സൂക്ഷിക്കണം, പടച്ചോനെ പേടിക്കണം, എന്നെ കളിയാക്കാണ്, ഞാൻ എന്റെ കൂലി മേടിക്കാൻ വന്നല്ലേ, ഈ മലഞ്ചെരുവ് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞാൽ. അയാള് പറഞ്ഞു, അല്ല, കളിയാക്കുന്നതല്ല, ഇന്നീല അസ്തഹ്സിയുബിക, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, അതൊക്കെ നിന്റെതാണ്. ചരിത്രം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കൊടുത്തു. അയാൾ അത് മുഴുവൻ എടുത്തിട്ട് പോയി. ഒരാട്ടിൻകുട്ടിയെ പോലും അവിടെ ബാക്കിയാക്കിയില്ല, മുഴുവൻ എടുത്തിട്ട് പോയി. ഇത് ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണ് എങ്കിൽ അള്ളാഹുവേ, ഇത് അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പണി.
അള്ളാഹുവേ എന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിന്റെ അവസാനം പറയുന്നത് അങ്ങനെ അവരുടെ പ്രയാസത്തിൽ നിന്നും അള്ളാഹു അവരെ ഒഴിവാക്കുകയും അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അമലുസ്വാലിഹാത്തുകളെ സേവ് ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയണം. അത് തവസ്സുലാക്കാൻ പറ്റണം, എടുത്തുപയോഗിക്കാൻ കഴിയണം. അങ്ങനെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന അമലുസ്വാലിഹാത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് തവസ്സുലിന്റെ മൂന്നാമത്തെ രീതി. തവസ്സുലിന്റെ നാലാമത്തെ രീതി, 9 രീതികളാണ് നമുക്ക് പറയാനുള്ളത്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്തവസ്സുലു ബിദ്ദുആഇ സ്വാലിഹീന ഫിൽ ഹയാത്ത്. സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിതകാലത്തിൽ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നതിലൂടെ. സാലിഹീങ്ങളായ ആളുകൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം. നല്ലൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, ഹറാമുകളൊന്നും ചെയ്യാതെ തഖ്വയുള്ള ഒരു മനുഷ്യനാണ്, അയാളെ കൊണ്ട് പള്ളിയിൽ ഖുത്ബക്ക് വരുന്ന ഖത്തീബ്, അയാള് ആവറേജ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണല്ലോ ഖുത്ബക്ക് വരുന്നത്. മൗലവി ഒന്ന് ദുആ ചെയ്യണം കേട്ടോ, അത് തവസ്സുലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറാൻ സമയത്ത് ഇത് റജുലുൻ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖഹത്തുൽ മത്തർ, മഴയില്ലാതെ ഞങ്ങൾ കഹത്തിലാണ്, ഞങ്ങൾ ക്ഷാമത്തിലായി പോയി. ഫദഉല്ലാഹ അൻ യസ്ഖീന, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. തവസ്സുലാണത്. റസൂലുള്ളാഹിനോട് ദുആ ചെയ്തതാണോ അത്? ജീവിതകാലത്തിൽ സാലിഹായ ഒരു മനുഷ്യനോട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, മഴ പെയ്തു. ഒരാഴ്ച കഴിഞ്ഞു, ഒരാഴ്ച മഴയായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോ വേറൊരു കർഷകൻ, അയാൾ തന്നെയാണെന്നും പറയുന്നുണ്ട്, വേറൊരാളെന്നും പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലേ മഴ കൂടി കൃഷിയൊക്കെ നശിക്കാൻ തുടങ്ങി, അള്ളാഹിനോട് ദുആ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാ അലൈന വലാ അലൈന, മഴ കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ദുആയാ. പഠിച്ചു, നമ്മൾ ഓർമ്മയിലുണ്ടാവുന്നത്. വല്ലാണ്ട് നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ. നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് അന്ന് രാവിലെ അള്ളാഹിനോട് തറക്കലല്ല, കല്യാണത്തിന് അന്ന് പെരും മഴയാണ്, അല്ലാഹുവേ ഹവാ അലൈന വലാ അലൈന, അല്ലല്ല, അതല്ല. പൊതുവെ എല്ലാവരെയും മതി. ഇന്നത്തെ സിറ്റുവേഷൻ അതല്ലേ ബാധിച്ചു. നമ്മുടെ മസ്ജിദൊക്കെ പകുതിയോളം മുങ്ങിന സമീർ പറഞ്ഞത്, അവിടെ കോട്ടപ്പടി പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി എന്നാ പറയുന്നത്. പല മസ്ജിദുകളും മുങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അള്ളാഹിനോട് ചെയ്യാവുന്ന ദുആയുടെ രീതിയാണ് അല്ലാഹുമ്മ ഹവാ അലൈന വലാ അലൈന. പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഹവാ അലൈന വലാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് മാറ്റിക്കളയണേ അല്ലാഹ്, വലാ അലൈന, ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല അല്ലാഹ്. ഇനി നമുക്ക് വേണ്ടി ദുആ ചെയ്യാം, അല്ലാഹുവേ മഴയില്ലാത്ത നാട്ടിലേക്ക് ഇത് കൊണ്ട് പെയ്യിപ്പിക്കണേ അല്ലാഹ്. ഒരിക്കലും നമ്മൾ ഇപ്പൊ പെയ്യണ മഴയാണെങ്കിലും ഈ ആപത്ത് വന്ന ഘട്ടത്തിലാണെങ്കിലും അതിനെ ശാപത്തിന്റെ ലെവലിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നാശം മഴ കാരണം, ഒടുക്കത്തെ മഴ പറയാൻ പാടില്ല. കാരണം ഇത് റഹ്മത്താണെന്ന് ഖുർആൻ പറഞ്ഞ കാര്യമാണ്, റഹ്മത്താണ്. പിന്നെ അത് പരിധി വിട്ടിരിക്കുന്നത് അത് അള്ളാഹ് പരിധി വിട്ടതല്ല, മനുഷ്യൻ ചെയ്ത ഫലാണ്. മനുഷ്യൻ ചെയ്ത ഫലാണ്. എന്താ അള്ളാഹു താല പറയുന്നുണ്ട് ഖുർആനില്? ആ ഭാഗം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അള്ളാഹു താല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാര്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയാ? കൃഷി നശിപ്പിച്ചും അതിര് വെട്ടിപ്പിടിച്ചും, അല്ലെ? നമ്മളൊക്കെ ചെയ്യണ പണിയല്ലേ അതിര് വെട്ടിപ്പിടിക്കാന്. എന്റെ പറമ്പിൽ കൂടെ വെള്ളം ഒഴുകാൻ പാടില്ല എന്ന നിബന്ധന. എന്തെല്ലാം വ്യവസ്ഥകളാണ്! ആ മൂലയെ കൂടെ വെള്ളം ഒഴുകിയതിന്റെ പേരിൽ തമ്മിത്തല്ല്, വാക്ക് തർക്കം, അതിന്റെ പേരിൽ ആശുപത്രിയിൽ പോയി കിടക്കല്, എല്ലാട്ടായിട്ടില്ലേ? ഏതാണ്? കൃഷി നശിപ്പിക്കുക, വന്നസൽ ബന്ധങ്ങൾ, സന്തതികളെ നശിപ്പിക്കുക. ഇതേപോലെയുള്ള മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായ തിന്മകളുടെ ഫലം, ആ ഫലമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ. ഇതല്ലാണ്ട് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യം, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. കടലിലും കരയിലും കുഴപ്പമുണ്ടായത് ബിമാ കസബത്ത് ഐദിൻ നാസ്,
ജനങ്ങൾ മനുഷ്യർ ചെയ്ത അവരുടെ കൈകൊണ്ട് ചെയ്തതിന്റെ ഫലമാണ്. ഈ പറഞ്ഞ ഏത് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ആകാശഭൂമികളിൽ അല്ലാഹു തആല ആകാശ ലോകത്ത് ഒരുപാട് ഗോളങ്ങളെ സംവിധാനിച്ചിട്ട് ഓരോ ഗോളങ്ങൾക്കും അതിൻ്റെതായ ഭ്രമണമണ്ഡലം സഞ്ചരിക്കാനുള്ള വഴി നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, സൂര്യൻ ചന്ദ്രനെയോ ചന്ദ്രൻ സൂര്യനെയോ മറികടക്കുന്നില്ല. എല്ലാം കറക്റ്റ് ലെവലിലൂടെ കൊല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണ മണ്ഡലത്തിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുക. നിശ്ചയിക്കപ്പെട്ട ആ വഴിയിലൂടെ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും സൂര്യൻ ഒരു ദിവസം ഉദിക്കാണ്ടിരുന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇന്ന് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? വേണ്ട. ഒരു ദിവസം സൂര്യൻ നേരെ തലയുടെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ? ഇല്ല. സൂര്യൻ എപ്പോഴും കിഴക്ക് ഉദിക്കുള്ളൂ. ഇത്ര മണിക്ക് ഉദിക്കാന്ന് പറഞ്ഞിട്ട് ആ മണിക്ക് ഉദിക്കുള്ളൂ. ഇത്ര മണിക്ക് അസ്തമിക്കാൻ പറഞ്ഞിട്ട് ആ മണിക്ക് അസ്തമിക്കുള്ളൂ. ഒരിക്കലും ഒന്നൊന്നിനെ മറികടക്കുന്നില്ല. ഭൂമി അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ സംവിധാനിച്ചു തന്നു. ഈ സംവിധാനിച്ച ഭൂമിയിൽ അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാനുള്ളതായ ഒരു നടപടിക്രമവും പഠിപ്പിച്ചു കൊടുത്തു. ഒരു കോമൺ ആയ നടപടിക്രമം അതെല്ലാവർക്കുമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഈ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ചും പാടം നികത്തി, അല്ലെ, മല ഇടിച്ച് പാറ പൊട്ടിച്ച് വെള്ളക്കെട്ടുകൾ സൃഷ്ടിച്ച് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയത് അള്ളാഹയാണോ മനുഷ്യനാണ്? മനുഷ്യര്. അതിന്റെ ഫലം അവരനുഭവിക്കും. അത്രേ ഉള്ളൂ. ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഭൂമിയിൽ ഓരോരുത്തരെയും അവർ ചെയ്ത തിന്മയുടെ ഫലമായി നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. എന്താ തിന്മ എന്നുള്ളത് ആലോചിക്കണം എന്ന് മാത്രം. ഓരോ തിന്മകളുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ തിന്മകളുടെ ഫലമായിക്കൊണ്ട് അല്ലാഹു തആല പിടിച്ചിട്ടുണ്ട്. അപ്പിടുത്തം എക്കാലഘട്ടത്തിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ തിന്മകളെ അള്ളാഹിനോട് പറയണം. അറിയാണ്ട് ചെയ്തു പോയതാണ്, പുറത്തു തരണം, മാപ്പാക്കി തരണം. ഇത് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പറയണം. അപ്പോ തവസ്സുൽ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, നാലാമത്തെ ഒരു രീതിയാണ് സ്വാലിഹീങ്ങളായ ആളുകളോട് ദുആ ചെയ്യാൻ പറയാ. ഖുർആനിൽ പറഞ്ഞു, ഖാലൂ യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് മക്കൾ പറഞ്ഞതാ, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങൾ ചെയ്ത ആ തിന്മ അള്ളാഹ് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോടും ദുആ ചെയ്യണം. അതാണ് പറ്റും. ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളോട് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യുമെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയോട് പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ കാലഘട്ടം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കഴിഞ്ഞപ്പോ ഏതായാലും നമ്മൾ ജീവിച്ചിരുന്ന നബീനോട് പറഞ്ഞതല്ലേ, മരിച്ച നബിയുടെ ഖബറിങ്ങ പോയിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് സഹാബികൾ ആരെങ്കിലും കഹത്തുണ്ടായപ്പോ പിന്നീട് ക്ഷാമമുണ്ടായി. അപ്പൊ ചെയ്തോ? ഇല്ല. അവർ ചെയ്ത പണി എന്താ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുവന്നു. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇതാ കഹത്തു, അവർക്ക് ക്ഷാമമുണ്ടായപ്പോൾ ഇസ്തസ്കാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന, ഞങ്ങൾ നബി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ നബിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്തിരുന്നു. എന്നാൽ ഫതസ്ഖിന, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴയും തന്നിരുന്നു. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന, ഇപ്പൊ നബി ഇല്ല, മരണപ്പെട്ടു. ഇപ്പൊ നബിയുടെ അമ്മ ഇരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ഇതിനെയാണ് നേരെ കോട്ടിമാറ്റിയത്. ഈ തവസ്സുലിനെ എടുത്താണ്ട് മറിച്ച് സെൻസുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റൂലോ. ജീവിച്ചിരുന്ന കാലത്ത് നബീനോട് ചോദിച്ച്, നബീനോട് പറഞ്ഞു ദുആ ചെയ്യണമെന്ന് പറഞ്ഞു.
മരിച്ചപ്പോ നബിയുടെ ഖബറിന് പോയിട്ട് അവർ ചെയ്തില്ലോ അത്. മരിച്ചപ്പോ പിന്നെ ചെയ്തത് അവരുടെ കൂട്ടത്തിൽ കുറച്ച് നബിയുമായി അടുപ്പമുള്ള കുറച്ച് സാലിഹായ മനുഷ്യൻ, ആ കുടുംബത്തിൽ കുറച്ച് നല്ലൊരു മനുഷ്യൻ ആരാണ്, അയാളെ മുന്നിൽ വെച്ചു ദുആ ചെയ്തു, അയാളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട്, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ കൂടെ ഉണ്ട്. അതായത് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നല്ല അർത്ഥം. അദ്ദേഹത്തെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ഞങ്ങൾ വസിയത്ത് ചെയ്തു, അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ കാര്യം നടത്തി തന്നെ അള്ളാഹ്. കേട്ടാ, അതാണ് സാലിഹ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ തന്നെ മറിച്ചിട്ട് സമൂഹം ഈ പറയപ്പെട്ട എല്ലാ തോന്നിയാസങ്ങളുടെയും വാതിൽ തുറന്നിട്ട് കൊടുത്തു. 20 ആയത്തുണ്ട് പോലും ഖുർആനിൽ. ഈ പറയപ്പെട്ട തവസ്സുലിന്റെ രീതികളിൽ ഒരു രീതി പോലും അങ്ങനെ കാണാൻ കഴിയില്ല. ഇനിയൊരു 4 കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സഹോദരങ്ങൾക്ക് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇത് ഈ ദുആ ഈ സദസ്സിൽ മാത്രമല്ല കേട്ടോ. ഈ ദുആയെ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഈ സദസ്സിൽ മാത്രമല്ല, നിസ്കാരം കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ദുആ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ആ മക്കൾക്ക് വേണ്ടി നേരം വിളിക്കുന്നവരെന്നല്ല, പാതിരാത്രി പിന്നിട്ടതിന് ശേഷം എഴുന്നേറ്റു എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. ഒരു റിപ്പോർട്ടിലുള്ളത് ഫജർ വെളിവാകുന്ന സമയത്ത് എഴുന്നേറ്റു എന്നുള്ളതാണ്. ഏതായാലും വൈകിയാണ് അവർ എഴുന്നേറ്റത്. ആ സമയത്ത് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് മക്കൾക്ക് കൊടുത്തത്. അതൊരു അമൽ സ്വാലിഹത്തായിട്ടാണ് അതിൽ എണ്ണിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.